മലയാളത്തിലെ ഒട്ടുമിക്ക ഹാസ്യ സിനിമകളും സംവിധാനം ചെയ്ത അന്തരിച്ച സംവിധായകൻ സിദ്ദീഖ് അവതരിപ്പിക്കുന്ന സിനിമയാണ് പൊറാട്ട് നാടകം. സിനിമയുടെ ആദ്യ ടീസറും രണ്ടാമത്തെ ടീസറും പുറത്തിറങ്ങിയതോടെ വൻ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സഹിക്കാൻ പറ്റാത്തത്. അഭിമാനിക്കണോടോ ഈ ചാണകം എന്നുള്ള വിളിന് കിടന്നല്ലേ. നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആക്ഷേപഹാസ്യ രൂപേണ അവതരിപ്പിച്ചിരിക്കുന്ന സിനിമയാണെന്ന സൂചനയാണ് ടീസറിലൂടെ നൽകുന്നത്. സൈജു കുറുപ്പിനെ പ്രധാന കഥാപാത്രമാക്കി സിദ്ദീഖിന്റെ സംവിധാന സഹായിയായിരുന്ന നൌഷാദ് സാഫ്രോൺ സംവിധാനം ചെയ്ത പൊറാട്ട് നാടകം ഒരുങ്ങിയത് സിദ്ദീഖിന്റെ മേൽനോട്ടത്തോടെയായിരുന്നു. അതുകൊണ്ട് തന്നെ സിദ്ദീഖിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന പഴയകാല ഫോട്ടോകളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ടീസർ. രാഹുൽ മാധവ്, ധർമ്മജൻ ബോൾഗാട്ടി, രമേശ് പിഷാരടി തുടങ്ങി ചിത്രത്തിൽ മണിക്കുട്ടി എന്നു പേരുള്ള പശുവും ഒരു നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ചാണകത്തിൽ പ്ലൂട്ടോണിയം ഉണ്ട്. പ്ലൂട്ടോണിയം ഈ കമ്മ്യൂണിസ്റ്റ് പച്ച കഴിക്കുന്ന പശുക്കളുടെ ചാണകത്തിന് യൂസ് ചെയ്യാമോ? കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ട്രോളുന്ന ടീസറിലെ രംഗങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. ആദ്യ ടീസർ പുറത്തിറങ്ങിയപ്പോൾ ചാണകം എന്ന വിളിയേക്കാൾ നല്ലതല്ലേ അന്തം കമ്മി എന്ന വിളി എന്ന ഡയലോഗാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്ത് ഷെയർ ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തെ ടീസർ പുറത്തിറങ്ങിയപ്പോൾ പശുക്കൾ കമ്മ്യൂണിസ്റ്റ് പച്ച തിന്നൂല എന്ന ഡയലോഗും ഹിറ്റായിരിക്കുകയാണ്. രാഷ്ട്രീയക്കാരെ ട്രോളുന്നതിന് സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കുകളായ അന്തം കമ്മി, ചാണകം, ക്യാപ്സൂൾസ്, സോഷ്യൽ മീഡിയയിൽ ഫേക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ തുടങ്ങി നാം കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതും ശ്രദ്ധേയമാണ്. എമിറേറ്റ്സ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വിജയൻ പള്ളിക്കര നിർമ്മിക്കുന്ന പൊറാട്ട് നാടകത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് മോഹൻലാൽ, ഈശോ എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തും ഈ വർഷത്തെ മികച്ച ഹാസ്യകൃതിക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ സുനീഷ് വാരനാടാണ്. രാഹുൽ രാജാണ് ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. സിദ്ദീഖിന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ആഗസ്റ്റ് 9-നാണ് ഈ ചിത്രം തിയേറ്ററുകളിലെത്തുക.